ഇന്ന് ഞാനിവിടെ പാചകം ചെയ്യുന്ന വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ ഒരു ഉലർത്ത്, അധികം മസാലയൊന്നും ചേർക്കാതെ ഒരു ചിക്കൻ ഉലർത്ത്, പിന്നെ നമുക്ക് ഒരു പക്കോട തയ്യാറാക്കുന്നുണ്ട്. അത് ലെറ്റ്യൂസ് വെച്ചിട്ടുള്ള ഒരു പക്കോട, കടലമാവെല്ലാം ഉപയോഗിച്ചിട്ട്. പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഉലർത്ത്. വെളിച്ചെണ്ണ ഒഴിച്ചു. നേരത്തെ വെച്ചിരുന്ന ഉള്ളി, ചെറിയ ഉള്ളി, സവാള ഇല്ല, ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ച മുളക്, ചില്ലി ഫ്ലേക്സ്, മറ്റൽമുളക് ചതച്ചത്, മഞ്ഞപ്പൊടി. അതെ അതെ, ഇത്രയും ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ മസാലകളൊന്നുമില്ല. വേപ്പില, ഉപ്പ് ആവശ്യത്തിന്, നമ്മൾ നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. 1 കിലോ അല്ലേ? അതെ, ചിക്കൻ ഇതിലേക്ക് ഇടുന്നത് തന്നെ ഒന്ന് വേകണം. ഇതാണ് ചിക്കൻ ഉലർത്തിയതല്ലേ? അതെ. ഇതപ്പം ഗ്രേവി ഉണ്ടാവില്ല? ഗ്രേവി ഉണ്ടാവില്ല, ഒരു ഡ്രൈ ആയിരിക്കും. ഇത് ശരിക്കും എന്തിൻ്റെയൊക്കെ മീൽസ് ആണോ അതോ നമ്മുടെ ചോറിന് ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് എടുക്കാം, എല്ലാത്തിനും. ഇതുപോലെ ബീഫും ഇതുപോലെയൊക്കെ ചെയ്യാം നമുക്ക്. ചിക്കൻ പോലെ തന്നെ ചിലപ്പം ചിക്കൻ്റെ ആ ഒരു വെള്ളം മയമൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആവും, അപ്പോഴേക്കും ഇത് വെന്ത് വരും. മാംസം എല്ലിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അതൊന്ന് നമ്മളിങ്ങനെ ഉടച്ചെടുക്കണം. കഷ്ണം അതേപോലെയല്ല, ആ എല്ലിന്ന് ആ മാംസം വിട്ട് വരുന്ന ആ ഒരു പരുവം വരണം. ഏകദേശം വെന്തു അല്ലേ? വെന്ത് വന്നു. ഇനി ഒന്ന് അത് ഡ്രൈ ആവണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ മാംസമൊക്കെ ഒന്ന് വേറെ വേറെ കിട്ടും നമുക്ക്, എല്ല് മാത്രമാവും. അത് കഴിഞ്ഞാൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം, പുരട്ടിയെടുക്കാം. ഒന്നുകൂടി ചിക്കൻ മസാലയിൽ കിടന്ന് ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മസാല എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്കിത് ഉപയോഗിക്കാം. അധികം ഗ്രേവി ഉണ്ടാവില്ല, കുറച്ച് ഡ്രൈ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. ചിക്കൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ആക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആക്കാം. അത് നമ്മളുടെ ചോയ്സ്. ആയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറച്ച് ഒരു സെമി ഡ്രൈ ആയിട്ടിരിക്കും. സെമി ഡ്രൈ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഡ്രൈ ആയിരിക്കും. ആ മസാലയൊന്നും ഉണ്ടാവില്ല, ആ മുളകിൻ്റെ ഒരു ഉള്ളി, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. നന്നായിരിക്കും. വെറൈറ്റി ടേസ്റ്റ് ചിക്കൻ്റെ. ഇപ്പോൾ ഉലർത്തിയത് എങ്ങനെയുണ്ട്? അടുത്തത് നമുക്ക് ഒരു സ്നാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇത് ലെറ്റ്യൂസ് ആണ്, ഇല ലെറ്റ്യൂസ്. ബൗളിലേക്ക് ഡിഷിന്റെ പേര് ഇത് പക്കോട. ഇന്ത്യക്കാർ പറഞ്ഞ പോലെ പാലക് പക്കോട എന്നൊക്കെ അവർക്ക് അത് പ്രധാനമാണ്. ഇതേപോലെ നമുക്ക് ചെയ്യാം. ഇത് ടീയുടെ കൂടെ കഴിക്കാവുന്നതാണ്. ചായക്കുള്ള സ്നാക്സ് ആണത്. ഓക്കെ. ഇതിലേക്ക് നമ്മൾ കടലമാവ് ആഡ് ചെയ്യാൻ പോവാണ്. കടലമാവ് അത്ര വേണ്ട. ഇപ്പൊ ഇതൊന്ന് ഇങ്ങനെ പുരട്ടി വരാനുള്ള അത്രയും ക്വാണ്ടിറ്റി, അത്രയേ ഉള്ളൂ, അധികം ചേർക്കുന്നില്ല. ഇത് വെളിച്ചെണ്ണയിലിട്ടായിരിക്കും വറുത്തെടുക്കുക. അതെ അതെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അല്പം മല്ലിയില ആഡ് ചെയ്യാം, ഒരു ഫ്ലേവറിന് വേണ്ടി. അല്പം കായപ്പൊടി ചേർക്കുന്നുണ്ട്, കായം. ഓക്കെ. ഉപ്പ് എത്ര? അല്പം, ഒരു സ്പൂൺ, ഒരു ചെറിയ സ്പൂൺ, അധികം വേണ്ട.
അടുത്തത് മുളക് പൊടിയാണ്. ഇതാ ഒരു സ്പൂൺ തന്നെ മുളക് പൊടി 1 സ്പൂൺ. ആ. ഇനി നമ്മൾ ഇതിൽ അല്പം വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നു. ഓക്കെ. ഇത് ഇത് മാത്രമേ ചേർന്നുള്ളൂ അല്ലേ? മുളക് പൊടി, ഈ ലെറ്റ്യൂസ്, കടലമാവ്, ഉപ്പ്. ഒന്ന് ബൈൻഡ് ആയിരിക്കാണ് കടലമാവ് എടുക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയന്റ് ഇലയാണ്. ഓക്കെ. ഹെൽത്തി കൺസെപ്റ്റ് തന്നെ ഇതിന്റെ പുറകിലും. പരുവം ഏകദേശം ഇത് നമ്മളിങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നു. പക്കോട ഉണ്ടാക്കാൻ പോവാണല്ലേ? അതെ. പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്കത് തയ്യാറാക്കാം. ഇതുപോലെ ഓരോ പിഞ്ച് എടുത്തിട്ട് ഒരു വെറൈറ്റി എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇത് എന്താ പറയാ, ഈ ഒരു വിഭവം വെച്ച് പക്കോട ആദ്യമായിട്ട് ഇതല്ല, പാലക് പക്കോട തയ്യാറാക്കാറുണ്ട്. പക്ഷെ ഈ ലെറ്റ്യൂസ് പക്കോട ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണേ. ഈ പാലക്കിന് പകരം ലെറ്റ്യൂസും ഉപയോഗിക്കാം എന്നുള്ള ഒരു കണ്ടുപിടുത്തം ഇന്നാണ് ഞാൻ പരീക്ഷിച്ച് നോക്കും. അതെ. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ പക്കോട ഏകദേശം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം.